ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എവിടെയെന്ന് അറിയാമോ? ഞാൻ ഫാഹിലാണ്. ഫാഹിലിൽ ഇന്ന് നിങ്ങളുടെ കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഫുഡ് ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൂടെ സോണിയുണ്ട്. സോണിയക്ക് ഒന്ന് ട്രീറ്റ് കൊടുക്കണം. ട്രീറ്റ് കൊടുക്കുക, നമുക്ക് അവരുടെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പരിപാടി. സോണിയക്ക് ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് കുറേ ദിവസമായി പറയുന്നത് പുറകെ കിടക്കുന്നത്. സോണിയ ട്രീറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ മലയാളീസ് സാധാരണ നോർമലായിട്ട് കഴിക്കുന്ന ഈ ചോറും കറികളും വിട്ടുപിടിച്ചിട്ട് അത് ശരി. അപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടിക്ക് വന്നേക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൊടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞാൻ ചോറും കറിയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫാഹിലൊന്ന് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും പോരാന്ന്. ഇതാ നേരെ റെസ്റ്റോറൻറ്റിൽ അകത്ത് കയറണം. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നൗ ഓപ്പൺ. ഞങ്ങൾ നേരെ കയറി പോകുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ടീ ഗ്രില്ലാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ടീ ഗ്രില്ലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് ഫുഡും നമ്മളെ വെൽക്കം ചെയ്യുന്നു. വരൂ. അപ്പോൾ ഈ ടീ ഗ്രില്ലിൽ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. വന്നിട്ട് നിങ്ങൾ അറബിക് ഗ്രില്ല്, ജ്യൂസ്, അതുപോലെ തന്നെ മന്തി, ഇതൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ടൈപ്പുള്ള ഫുഡൊന്ന് ട്രൈ ചെയ്യാം. ഒരു ഇറ്റാലിയൻ രീതിയിലുള്ള ഡിഷസൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇറ്റാലിയൻ പാസ്ത, ബ്രോസ്റ്റഡ് ചിക്കൻ, ഷ്രിമ്പ്, അങ്ങനെ എന്ന് വേണ്ട. സോണിയ കേട്ടില്ലേ, ഇറ്റാലിയൻ ഐറ്റമാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് ലാസിയോ ബ്രോസ്റ്റഡ് ചിക്കൻ ഐറ്റംസൊക്കെയാണ് ഇവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇറ്റാലിയൻ പാസ്ത, അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഐറ്റംസ്, ഷ്രിമ്പ്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ഇതിനകത്ത് ഒരു മെനു കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സോണിയ ഇവിടെ അതല്ല, ഇറ്റാലിയൻ ഡിഷസ് ആണ് ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത്. പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. നേരത്തെ ഇവര് അറബിക് സ്റ്റൈലായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, അതും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പുറകെ ഒരു ബോർഡ് കാണാം, നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പിസ്സ ഉണ്ട്, ബർഗർ ഉണ്ട്, പലതരത്തിലുള്ള എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് സ്റ്റാർട്ടറായിട്ടൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ വന്നു. എന്താ സംഭവം അത്? എന്താ പേര്? ബീട്രൂട്ട് ജിഞ്ചർ ലെമൺ. ബീട്രൂട്ട് ജിഞ്ചർ ആൻഡ് ലെമൺ, അടിപൊളി. ഇവിടുത്തായിട്ട് മെനു കാർഡ് ഉണ്ടോ. ഇവിടെ ഇറ്റാലിയൻ പാസ്ത, പിന്നെ സ്റ്റാർട്ടർ എല്ലാം ഉണ്ട്. ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കിട്ടുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടർ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതാണ്. കില്ലർ ഫ്രൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടർ കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വരും. നമുക്ക് നേരെ നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ വന്നു. കില്ലർ ഫ്രൈസ് അല്ലേ? അതായത് ഇത് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ചെഡാർ ചീസ്, ജലപ്പിനോ, ഇത് ഫ്രൈഡ് ഓണിയൻസ് അല്ലേ? ഫ്രൈഡ് ഓണിയൻസ്, ചീസിന്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കണേ. പിന്നെ ഡ്രൈഡ് ഓണിയന്റെ ടേസ്റ്റ് അതിന്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്. ഈ മിനി ബർഗർ ആണ് ഈ വരുന്നത് മക്കളെ, കണ്ടില്ലേ സോണിയ? എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ 2 ബീഫ് ബർഗർ ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് ഫില്ലൊക്കെ ചെയ്ത് എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മള് മിനി ബർഗർ സ്ലൈഡർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇത് സുപ്രീം ചിക്കൻ പിസ്സ അല്ലേ? ഇതൊരു ഇതുണ്ടല്ലോ, ക്വാണ്ടിറ്റി നോക്ക്. അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇട്ട്. ഇത് സ്മോളാണ്, എന്നാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള ഐറ്റമാണത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ അത്? ഓക്കെ. അപ്പോൾ ചിക്കൻ സുപ്രീം പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഐറ്റം. നേരത്തെ നമ്മൾ ബീഫാണ് അത് കേട്ടോ. അത് ബീഫ്, ഇത് ചിക്കൻ. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബർഗറും കഴിച്ചു നോക്കണം, ഒന്ന് പിസ്സയും കഴിച്ചു നോക്കണം അല്ലേ? ഓക്കെ. ഇത് എത്ര പീസ് ഉണ്ട് ഇത്? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഡിന്നർ മീലാണ് ഇതിപ്പോൾ ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് നേരെ കഴിക്കാനുള്ള സാധനമാണ്. പൊളി ഐറ്റംസ് ആണ്. നല്ല കിടുക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, ഒരു പെപ്സിയും ഉണ്ട്. ഇപ്പൊ തന്നെ സോണിയുടെ കണ്ണുതല്ലിരിക്കുകയാണ്. കാര്യത്തിൽ ഏതിന്ന് പിടിക്കുന്നത്. നേരെ സ്റ്റാർട്ടർ കഴിച്ചു, ഇപ്പൊ അടുത്ത 3 ഐറ്റംസ് അവിടെ ഇരിക്കുന്നത്. ഏതിന് അല്ല, ഞാൻ ചോദിച്ചു സോണിയക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് ഇതിനകത്ത്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് അല്ലേ ബ്രോസ്റ്റഡ് ചിക്കൻ? ലാസിയോയുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പിസ്സ ഉണ്ട്, ബർഗർ ഉണ്ട്. അപ്പോൾ മിനി ബർഗറാണ്, സ്ലൈഡറാണ്. അപ്പോൾ ഇനി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത്
അപ്പോൾ മാക്സിമം ഹാപ്പി ആക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ടാവും വിചാരിച്ചില്ല കേട്ടോ. നമ്മളൊരു വെറൈറ്റി ഒരു പിസ്സ കാണിച്ചു തരാം കേട്ടോ. ഇത് കോൺ പിസ്സയാണ്, പെപ്പറോണിയുടെ കോൺ പിസ്സയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം. ആദ്യം മേടിച്ചല്ലോ, ഇത് വേറെ വെറൈറ്റി, ഇവിടുത്തെ വേറെ ഇറ്റാലിയൻ വിഭവമാണ്, കണ്ടില്ലേ? കോൺ 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 പിസ്സ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യണ്ടേ? ഓക്കെ, 3 ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. 3 ടേസ്റ്റ് ഫ്ലേവറിൽ ഐറ്റം. പെപ്പറോണി ഒന്ന്, അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ടാങ്കി ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ വെജ് ഡിലൈറ്റ് ഉണ്ട്. അങ്ങനെ 3 ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ പെപ്പറോണി ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം പോയല്ലോ. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുള്ള കൂടെ ടേബിൾ കാണാൻ പറ്റുന്നില്ല, ടേബിൾ ഫുള്ള് നിറഞ്ഞു വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ ഇതൊന്നും അല്ലാട്ടോ, ഞാൻ എൻ്റെ മെനു കാർഡ് നിങ്ങൾ കാണിക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതൊന്ന് ടേബിളിൽ വന്നിട്ടുണ്ട്, അത് കഴിച്ചു നോക്കാം. അപ്പോൾ 1-2 ഐറ്റംസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കതാ. ഇതെന്താ സംഭവം? പാസ്ത അൽഫ്രോഡ്. ഇതിന്റെ പേരെ കണ്ടുപിടിക്കാനാ പാട് ആദ്യമേ. എന്തായാലും വെറൈറ്റി, അടിപൊളി. ഓക്കെ, ഇത് ഇറ്റാലിയൻ വിഭവം തന്നെയല്ലേ? ഇത് ഇറ്റാലിയൻ ഐറ്റം കേട്ടോ. സോണിയ, പാസ്ത അൽഫ്രെഡോ എങ്ങനെയുണ്ട്? സംഭവം കിടിലനായിട്ടുണ്ട്. നോക്ക്, ഡിസൈൻ ഒക്കെ സൂപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഒരുപാട് ഐറ്റംസ് നിരന്നിരിക്കുന്നുണ്ട് ഇവിടെ. പെപ്പറോണി കോൺ പിസ്സയാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ കഴിച്ചു നോക്കട്ടെ. റോസ്റ്റഡ് ചിക്കൻ ആണെങ്കിലും നല്ല നന്നായി ഫ്രൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് എന്താ പറയാമോ, ആൽഫ്രെഡോ പാസ്ത ക്രീമിയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെയുള്ള മക്രോണി നോക്കട്ടെ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. റോസ്റ്റഡ് ചിക്കൻ ഇല്ല, നിങ്ങൾക്ക് ചെറുതെടുത്തില്ല. ഞാൻ ലാസ്റ്റ് പീസാണ് കിട്ടിയത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? അതൊക്കെ വേണോ? സോണിയെക്കുള്ള ട്രീറ്റ് ആണ്, ഞാനാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്കിത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന ഒരു ബർഗർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കോക്ടെയിൽ ഉണ്ട്. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒന്നും പറയണ്ട, സൂപ്പർ കേട്ടോ. അപ്പൊ ഒരുപാട് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, അടുത്തത് സ്ലൈഡർ സ്മോൾ മിനി ബർഗർ ആണ്. ബീഫിന്റെ ബർഗർ കഴിച്ചിരുന്നോ? അത് ഞാൻ കഴിച്ചു. ഇതൊറ്റ ബൈറ്റിൽ ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റും. സാധനം എടുത്ത് കളയണല്ലോ ആദ്യമേ. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒറ്റ ബൈറ്റിൽ പറ്റിയില്ല, തള്ളി പുറത്തു പോന്നു. നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ സൂപ്പറാണ്, ടേസ്റ്റിയാണ്. മിനി സ്പൈഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ടീഗ്രിയിലെ ഈ ലാസിയോ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇറ്റാലിയൻ വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റംസ്, പാസ്ത, അതുപോലെ തന്നെ ബർഗർ, പിസ്സ, ഷവർമ ടൈപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ടർ മുതൽ നിങ്ങൾ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 4-5 പേരൊക്കെ വന്നിട്ട് ഓരോ ഐറ്റംസും മേടിച്ചും ട്രൈ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. എപ്പോഴും ഈ എന്താ പറയുക ചട്ടിച്ചോറും ഒക്കെ തിന്നുകൊണ്ടത് കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? ഓക്കെ, നമുക്ക് കിട്ടുന്ന ഈ പ്ലേറ്റ്സ് സാധനങ്ങളൊക്കെ ഇല്ലേ, കംപ്ലീറ്റ് ബ്ലാക്ക് ഇൻ കളറും ഒരു വെറൈറ്റി രീതിയിലാണ്. അവരുടെ സെർവിങ് സ്റ്റൈൽ ഇസ് ഡിഫറെന്റ്, അല്ലേ? അപ്പോൾ ഒരു പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ? പരിപാടി കഴിഞ്ഞു, പാർസലും വാങ്ങിയിട്ടുണ്ട്. പാർസലും കിട്ടി. അതെ, ഓക്കെ.